നായർ ആ രാജിവെച്ചപ്പോൾ ആ കമ്മിറ്റിക്ക് കോറം നഷ്ടപ്പെട്ടു. ആ കോറം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ അത് പിരിച്ചുവിട്ടു. യൂണിയന്റെ ഭരണത്തിന് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി. ഈ ഇങ്ങരുടെ കൂടെ പിന്നീട് വന്ന ആരാന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ തന്നെയല്ല, യഥാർത്ഥ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് കോറം നഷ്ടപ്പെടത്തക്ക രീതിയിൽ രാജിവിടെ തന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. എന്താ കേസ് കൊടുക്കാത്ത? ജനാധിപത്യം ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ജനാധിപത്യം ഇല്ലെന്ന്, NSS ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ജനാധിപത്യം? അല്ല, അത് വേലയാ. അത് 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 അവരുടെ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാനൊക്കെയല്ലോ സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞ അവന്റെ അഡ്രസ് കാണുകയല്ലേ. അതാണോ ഗണേഷ്കുമാറിന് സംഭവിക്കുന്നത്? പ്രശ്നം അതാണോ? പക്ഷേ ഈ വിമർശനങ്ങൾ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് 12 പേരുടെ കത്ത് കൊടുത്തിട്ടും ഉദ്യോഗസ്ഥരാക്കത്തെ അവരംഗങ്ങളല്ലെന്നേ, കഴിഞ്ഞ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല. പിന്നല്ലാതെ അത് ഇപ്പോഴും അയാളുടെ കയ്യിലിരിക്കുന്നല്ലേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് KB ഗണേഷ് കുമാറിനെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രതികരിക്കുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ.